ലോർഡ് ദൈവനാമത്തെ നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാവിലെ ഞാനിങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയാണ്, ഈ ചെടികളിൽ നിന്ന് എന്നെ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടോ എന്ന്. അപ്പം ഒരു 2-3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നു. അതിലൊരു കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളത് ട്രീ ആണല്ലേ, ചൈനീസ് ബാംബൂ ട്രീ. എനിക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ആ ഒരു വൃക്ഷത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് തരുമായിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് മണ്ണിനടിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്നൊന്നും നമുക്ക് ഫലം കാണാൻ പറ്റില്ല. അത് പെട്ടെന്നെന്ന് വെച്ചാൽ വർഷങ്ങളെടുക്കും, 5 വർഷം എടുക്കും അതൊന്ന് പൊട്ടി അതിൽ നിന്നൊരു മുള പുറത്തേക്ക് വരണമെങ്കിൽ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത 5 മുതൽ 6 ആഴ്ച കൊണ്ട് അതൊരു 90 ഫീറ്റ് ടോൾ ഉള്ള ട്രീ ആയിട്ട് അത് വളരും. പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. പക്ഷേ റിയലി ആ ഗ്രോത്ത് നടക്കണ 5-6 ആഴ്ച കൊണ്ടാണോ? അല്ല. അത് അണ്ടർഗ്രൗണ്ടിലായിരുന്ന കഴിഞ്ഞ 5 വർഷക്കാലവും അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ റൂട്ടിൽ നിന്ന് വേരുകൾ ഇറങ്ങി അത് വളരെ മണ്ണിൽ വളരെ അടിസ്ഥാനമുള്ളതായി ഇത്ര പെട്ടെന്നുള്ള ആ ഒരു ഗ്രോത്തിന് വേണ്ടി അത് ആ മണ്ണിനടിയിൽ അതിൻ്റെ വളർച്ച നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ നട്ട വ്യക്തി ഇതിൽ നിന്ന് ഫലമൊന്നും കാണുന്നില്ലല്ലോ എന്ന് വെച്ച് അത് വിട്ടിട്ട് അതിന് വെള്ളവും വളവും ഒന്നും കൊടുക്കാതെ വിട്ടിട്ട് പോയിരുന്നെങ്കിൽ ഈ 5 വർഷം കഴിയുമ്പോൾ ഇതിനിങ്ങനെ വളരാൻ കഴിയുമോ? ഇല്ല. പക്ഷെ നട്ട വ്യക്തി കൺസിസ്റ്റൻ്റായി വെള്ളവും വളവും കൊടുത്തത് കൊണ്ടാണ് 5 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഗ്രോത്ത് അതിന് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും പല പ്രോമിസസും കേട്ടവരായിരിക്കാം. പക്ഷേ അതിന് മറുപടി കാണാതിരിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകരുത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തോടെയും വിശ്വസ്തരായും ഇരിക്കണം എന്നാണ്. ഞാൻ ഇതെൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്റർ മോനിഷ് പറഞ്ഞ ഒരു ദൈവവചനം പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നു. കൊലോസ്യർ 2:7 ഇങ്ങനെയാണ് പറയുന്നത്, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണം. കർത്താവ് അതാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം. സ്തോത്രത്തിൽ നമ്മളുടെ നന്മ കണ്ടില്ലെങ്കിലും അല്ലെങ്കിൽ വാഗ്ദത്തം കണ്ടില്ലെങ്കിലും കർത്താവിനെ സ്തുതിക്കുന്നത് നിർത്തരുത്, ആരാധന കൊടുക്കുന്നത് നിർത്തരുത്, പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്, ദൈവവചനം വായിക്കുന്നത് നിർത്തരുത്. അങ്ങനെ നമ്മൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ യെശയ്യാവ് 60:22 പറയുന്നത് പോലെ യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. അതുപോലെ ഗലാത്യർ 6:9 ഇങ്ങനെയാ പറയുന്നത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, വിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വിശ്വാസത്തിൽ ഉറച്ച് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനോടുള്ള സ്നേഹത്തിൽ വേരൂന്നി ജീവിക്കുവാൻ നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.